ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ചപ്പാത്തിയുടെ കൂടെ കഴിക്കാവുന്ന ഒരു കറിയാണ്. അത് പെട്ടെന്ന് തയ്യാറാക്കാവുന്ന 2 മുട്ടയുണ്ടെങ്കിൽ അപ്പോൾ അതിനായിട്ടൊരു ആവശ്യത്തിന് സവാള. അത് ആ വീട്ടിലെ മെമ്പേഴ്സ് അനുസരിച്ചാണ്, എത്ര ആൾക്കാരുണ്ടോ അതനുസരിച്ച് കൂടുതൽ സവാള എടുക്കാം. ഞാനിന്ന് ചെറിയ സൈസ് ആയതുകൊണ്ട് 3 സവാളയാണ് എടുത്തിരിക്കുന്നത്. പച്ചമുളക്, ഇഞ്ചി ഇത്രയിട്ട് നല്ലതായിട്ട് വഴന്ന് വരുമ്പോൾ നമുക്ക് ഒരു 2 തക്കാളി അരിഞ്ഞ് വെച്ചതും കൂടെ അതിനകത്തോട്ട് ആഡ് ചെയ്ത് അതും ഒന്ന് വെള്ളം തോരുന്ന വരേക്കും ഒന്ന് വേവിച്ചെടുക്കാം. അതിനുശേഷം നമ്മൾ ഈ മസാലകൾ, ഗരം മസാല ഞാൻ വീട്ടിൽ പൊടിച്ച് വെച്ചിരിക്കുന്നതാണ്. ശകലം ഗരം മസാലയും മല്ലിപ്പൊടി, ശകലം മുളക് പൊടി, അത് കഴിഞ്ഞ് മല്ലിപ്പൊടി ആവശ്യത്തിന് ഇട്ട് നല്ലതായിട്ടൊന്ന് എണ്ണ തെളിഞ്ഞ് വരേക്കും. ഞാൻ എല്ലാ കറികളിലും പറയാറുണ്ട്, എണ്ണ തെളിഞ്ഞ് വരുന്നവരെയും നല്ലതായിട്ട് ഇളക്കിയതിന് ശേഷമാണ് നമ്മളിത് ഇത് നല്ലതായിട്ട് വരുമ്പോൾ വേണേൽ ശകലം വെള്ളമൊക്കെ ആഡ് ചെയ്യാം, ഗ്രേവി വേണ്ടവർക്ക്. ഞാൻ ഇന്ന് അങ്ങനെ ചെയ്യുന്നില്ല. ഞാൻ മുട്ട ഇത് വെന്ത് വരുമ്പോഴത്തേക്ക് അതിലോട്ടങ്ങ് മുട്ട പൊട്ടിച്ചൊഴിക്കുകയാണ് ചെയ്തത്. പൊട്ടിച്ചൊഴിച്ചൊന്ന് അടച്ചു വയ്ക്കണം. അപ്പോൾ അതൊന്ന് കട്ടിയാകുമ്പോൾ നമ്മൾ ചിക്കി തോർത്തി ഇങ്ങെടുത്താൽ മതിയാകും. ചപ്പാത്തിയുടെ കൂടെ സൂപ്പറാണ്, ചോറിൻ്റെ കൂടെയും നല്ലത് തന്നെയാണ്. അപ്പോൾ നല്ലതായിട്ട് എണ്ണ തെളിഞ്ഞ് വരുമ്പോൾ എണ്ണയിലോട്ട് എണ്ണ തെളിഞ്ഞ് നിൽക്കുന്നു. മസാലയൊക്കെ നല്ലതായിട്ട് പിടിച്ച് നമ്മൾ മുട്ട അതിലോട്ട് പൊട്ടിച്ചൊഴിക്കാം. എന്നിട്ടൊന്ന് അടച്ചു വെച്ചാൽ നല്ല ഷേപ്പിൽ കിട്ടും. അല്ലെങ്കിൽ ചിക്കി കഴിഞ്ഞാൽ നമ്മൾ തേങ്ങാപ്പീര പോലെ ആയിപ്പോവും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അടച്ചു വെച്ചൊന്ന് നല്ലതായിട്ടൊന്ന് വേവിച്ചെടുക്കുക. അപ്പോൾ അത് നല്ല കട്ടിയാകും. പിന്നെ ചിക്കി എടുത്ത് കഴിയുമ്പോൾ അതിന് ഒരു കാണാൻ നല്ല ഭംഗിയുമാണ്, നല്ല ടേസ്റ്റും ആയിരിക്കും. ഇത് നല്ല കറിയാണ്, ബാച്ചിലേഴ്സ് ആയിട്ടുള്ളവർക്കൊക്കെ ട്രൈ ചെയ്യാം. അപ്പോൾ നമ്മുടെ കറി റെഡിയാകുമ്പോൾ എനിക്ക് എൻ്റെ ലൈക്കും സപ്പോർട്ടും ഒക്കെ ഇങ്ങനെ തന്നേക്കണേ കൂട്ടുകാരെ. ഞാൻ എല്ലാവരെയും സപ്പോർട്ട് ചെയ്യും, എന്നെ എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമുക്ക് ചിക്കി തോർത്തി എടുക്കാം. ഇതല്ലാതെ മുട്ട പൊട്ടിച്ച് ഇഡ്ഡലിക്കുട്ടത്തിൽ ഒഴിച്ച് ഓരോരുത്തർ ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഇഡ്ഡലി മാതിരി വേവിച്ചെടുത്തതിന് ശേഷം ഇങ്ങനെ കറിയും ഗ്രേവി എല്ലാം റെഡിയാക്കിയിട്ട് അതിലോട്ട് അതേമാതിരി ഇട്ട് തിളപ്പിക്കും, കഷ്ണിച്ചിടും. അങ്ങനെയും ചെയ്തെടുക്കാം. ഇത് നല്ല പെട്ടെന്നൊരു യാത്രയൊക്കെ കഴിഞ്ഞ് ചപ്പാത്തിക്കോ ചോറിനോ ഒക്കെ കറി വേണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് റെഡിയാക്കാവുന്ന ഒരു കറിയാണ്. എല്ലാവർക്കും ഉപകാരപ്രദമാകട്ടെ. എല്ലാ കൂട്ടുകാരും എന്നെ സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ ഫ്രണ്ട്സ്, ആവശ്യത്തിന് നമ്മൾ ഉപ്പൊക്കെ നോക്കി അത് ഇടണം. കറിവേപ്പില വേണമെങ്കിൽ ചേർക്കുക, ഓപ്ഷനിലാണ്. കറിവേപ്പില എൻ്റെ ഇല്ലായിരുന്നു, ഇട്ടാൽ കുറച്ചുകൂടെ ടേസ്റ്റ് ആയിരിക്കും. കണ്ടോ, ഇത്രയാണ്. നമുക്ക് ചപ്പാത്തിയുടെ കൂടെയും കൂടെ സെർവ് ചെയ്ത് കാണിക്കാം. നല്ല കറിയാണ്. എല്ലാവരും ചെയ്ത് നോക്കിയിട്ട് എനിക്ക് കമൻറ്റും കൂടെ ഇടണേ. നിങ്ങളൊക്കെ ചെയ്ത് നോക്കിയിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു, ടേസ്റ്റ് ആയിരുന്നോ?